എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കൃഷ്ണനും രാമനും മധുരയിൽ എത്തിച്ചേർന്ന ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. രാമനും കൃഷ്ണനും മധുരയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കംസൻ അറിഞ്ഞു. അക്രൂരൻ കൃഷ്ണനെയും രാമനെയും മധുരയിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ആ വിവരം കംസനോട് പറയുകയും പിന്നീട് തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരമായി. ആ സമയം കൃഷ്ണനും രാമനും നന്ദഗോപരുടെ കൂട്ടത്തിൽ വന്നിരുന്ന ഏതാനും ചില ഗോപന്മാരും ഒരുമിച്ചിട്ട് മനോഹരമായ ആ മധുരാപുരിയുടെ വിശേഷങ്ങൾ കാണുവാനായിട്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണനും രാമനും മധുരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരം മധുരയിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സുന്ദരികളായ സ്ത്രീകളെല്ലാവരും രാമനെയും കൃഷ്ണനെയും കാണുവാനായിട്ട് ആ വീഥികളിലൊക്കെ വന്നു നിന്ന് നോക്കുകയാണ്. ചിലർ മട്ടുപ്പാവിലൊക്കെ കയറി നിന്നിട്ട് ആ വീഥിയിലൂടെ, നഗരവീഥിയിലൂടെ നടന്നു പോകുന്ന രാമനെയും ലക്ഷ്മണനെയും കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു. അത്ര സുന്ദരന്മാരായ രണ്ട് കുട്ടികൾ വന്നിരിക്കുന്നു കൃഷ്ണനും രാമനും എന്ന ചിന്തയോടു കൂടിയാണ് അവരെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇപ്രകാരമൊക്കെ അവർ പ്രവർത്തിച്ചത്. അങ്ങനെ രാമനും കൃഷ്ണനും ഓരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു രചകൻ വലിയ വസ്ത്രഭാണ്ഡക്കെട്ടുമായിട്ട് അവരുടെ മുമ്പിൽ കൂടി അല്പം അഹങ്കാരത്തോടു കൂടി നടന്നു പോവുകയാണ്. കൃഷ്ണൻ ആ രചകനെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഹേ നല്ലവനായ വെളുത്തേടാ, ഞങ്ങൾ യാഗം കാണുവാൻ വന്ന പശുപാലകന്മാരാണ്. ഉടുക്കാൻ പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നല്ല വസ്ത്രങ്ങളില്ല. ഓരോ മുണ്ട് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ കോപത്തോടു കൂടി ഈ രചകൻ ദേഷ്യപ്പെടുകയാണ്. എടാ കൊള്ളരുതാത്ത ബാലന്മാരെ, മരിക്കാതിരിക്കണമെങ്കിൽ വേഗം പൊയ്ക്കൊള്ളുക. പശുക്കളെ മേച്ചു നടക്കുന്ന കാട്ടുജാതിക്കളായ നിങ്ങൾക്ക് രാജാവിൻ്റെ വസ്ത്രമുടുക്കുവാൻ മോഹം വന്നാൽ അത് നിങ്ങളുടെ നാശത്തിന് മാത്രമേ കലാശിക്കൂ. കംസമഹാരാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളാണ് ഈ ഭാണ്ഡത്തിൽ. തൊട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണുകയില്ല. ഇങ്ങനെ പറയുകയാണ് ഈ രചകൻ. എന്നിട്ട് അടിക്കാൻ കൈ ഓങ്ങുകയും ചെയ്തു. കൃഷ്ണൻ മുമ്പോട്ടടുത്തിട്ട് അവൻ്റെ തലയിലൊരൊറ്റ അടി കൊടുത്തു. അതോടുകൂടി അവൻ്റെ തല പിളർന്നുപോയി. അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ്റെ ഭാണ്ഡം അഴിച്ച് അതിൽ നിന്നും നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്ത് വാസുദേവൻ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുന്നു. ഒരു നീല പട്ടെടുത്തിട്ട് ബലഭദ്രനും മഞ്ഞ പട്ടെടുത്തിട്ട് കൃഷ്ണനും ധരിക്കുകയും ചെയ്തു. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഉടുത്തതിനു ശേഷം വീണ്ടും കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും എല്ലാവരും കൂടി അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ അവർ ഒരു നെയ്ത്തുകാരനെ കാണുന്നു. ആ നെയ്ത്തുകാരൻ്റെ പേരാണ് കഞ്ചൻ. ഇവരെ കണ്ടപ്പോൾ ഏതോ ദിവ്യന്മാരായ ബാലന്മാരാണ് എന്ന് ഈ പാവം കഞ്ചൻ ധരിക്കുകയും അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് കണ്ണൻ്റെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കുകയും ഭക്തിപൂർവം തൊഴുത് മാറി നിൽക്കുകയും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വസ്ത്രങ്ങളെല്ലാം സ്വീകരിക്കുകയും കഞ്ചനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് തൻ്റെ ചങ്ങാതിമാർക്ക് കൊടുക്കുന്നു. പാവം ഗോപാലന്മാർ, അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും കണ്ടിട്ടുമില്ല, ധരിച്ചിട്ടുമില്ല. ഭഗവാൻ അവർക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് ഈ ഒരു ലീലയിലൂടെ ചെയ്യുന്നത്. അതിനുശേഷം അവരെല്ലാവരും കൂടി അങ്ങനെ ഉല്ലാസത്തോടു കൂടി
നടക്കുന്നതിൻ്റെ ഇടയിൽ ഭക്തനായ സുദാമാവിൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലുകയാണ്. ഒരു ഭക്തനാണ് സുദാമാവ്. ആ സുദാമാവ് കൃഷ്ണനെയോ കൃഷ്ണൻ സുദാമാവിനെയോ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. എങ്കിലും ഈ സുദാമാവ് ഒരു വലിയ കൃഷ്ണഭക്തനാണ് എന്ന് ഭഗവാന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ്റെ വസതിയിലേക്ക് ഭഗവാൻ കടന്നു ചെല്ലുന്നത്. ആരാണ് വന്നത് എന്ന് അറിയാതെ പോലും ആ ഭക്തൻ രാമകൃഷ്ണന്മാരെ എതിരേറ്റ് സ്വീകരിക്കുകയും പൂജിച്ച് ഏറ്റവും മനോഹരമായ വാസനയുള്ള 2 പുഷ്പമാലകൾ നിർമ്മിക്കുകയും ഒന്ന് പീതാംബരൻ്റെയും അടുത്തത് നീലാംബരൻ്റെയും കഴുത്തിലണിയിച്ച് തൊഴുതുമാറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ സന്തുഷ്ടനായ ചിന്താമരാക്ഷൻ ചോദിക്കുകയാണ്, സുദാമാവേ, അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളെ അറിയാമോ? ഞങ്ങൾ ആരാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളോട് ഇത്രയും വലിയ ഭക്തിയും ഔദാര്യവും അങ്ങ് കാണിക്കുന്നത് എന്ന് കൃഷ്ണൻ ഈ സുദാമാവിനോട് ചോദിക്കുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, അമ്പാടിയിൽ അവതരിച്ച കൃഷ്ണനും രാമനും ഇവിടെ വരാനിടയുണ്ട് എന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അക്രൂരൻ ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അവരായിരിക്കാം നിങ്ങൾ എന്ന് ഊഹിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. എൻ്റെ ഭക്തി ഞാൻ പ്രകടിപ്പിച്ചു എന്ന് മാത്രം എന്ന് ഈ ഭക്തനായ സുദാമാവ് പറയുന്നു. അങ്ങയുടെ ഊഹം തെറ്റിയിട്ടില്ല. ഞാൻ കൃഷ്ണനും ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ രാമനുമാണ്. അങ്ങയുടെ ഭക്തി കണ്ട് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. അങ്ങയ്ക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഒന്നും വേണ്ട, അടിയന് പ്രത്യേകമായി ഒന്നും വേണ്ട, അവിടുത്തെ അനുഗ്രഹം മാത്രം മതിയെന്ന് ആ ഭക്തനായ സുദാമാവ് പറയുന്നു. അങ്ങനെ ഭഗവാൻ സുദാമാവിനെ അനുഗ്രഹിക്കുന്നു. സർവവിധ ഐശ്വര്യങ്ങളോടും കൂടി ജീവിതം നയിക്കുകയും ഒടുവിൽ എന്നിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്ന നിലയിൽ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം സുദാമാവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി കൃഷ്ണനും രാമനും വീണ്ടും ആ നഗരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. രാമൻ്റെയും കൃഷ്ണൻ്റെയും കൂടെ മറ്റു ഗോപാലന്മാരുമുണ്ട്. അങ്ങനെ അവർ നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അവരൊരാളെ കണ്ടുമുട്ടുന്നു. ആരെയാണ്? സുന്ദരിയായ ഒരു സ്ത്രീ. സുന്ദരിയാണെങ്കിലും മുതുകിൽ ഒരു കൂനുണ്ട്. സുഗന്ധമുള്ള കുറിക്കൂട്ടുകൾ നിറച്ച ഒരു മനോഹരമായ പാത്രവും കൈ പിടിച്ചുകൊണ്ട് ആ സുന്ദരിയായ കൂനുള്ള സ്ത്രീ അങ്ങനെ നടന്നു വരികയാണ്. ആ സ്ത്രീയെ കണ്ടപ്പോൾ കൃഷ്ണൻ അവരോട് ചോദിക്കുകയാണ്, ഹേ സുന്ദരി, നീ ആരാണ്? നിന്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ളിപ്പാത്രത്തിലുള്ള അംഗരാഗം ആർക്കാണ്? അതിൽ നിന്നും കുറച്ചെടുത്തു ഞങ്ങൾക്ക് തരാമോ എന്ന് കൃഷ്ണൻ ഈ സുന്ദരിയോട് ചോദിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഹേ കുമാര, ഞാനൊരു സൈരന്ധ്രിയാണ്. കൂന് പിടിച്ചതുകൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കംസ മഹാരാജാവിന് കാഴ്ചവെക്കുകയാണ് എൻ്റെ ജോലി. കൂനുള്ളതിനാൽ ത്രിവക്ര എന്ന് ജനങ്ങൾ എന്നെ വിളിക്കുന്നു. ചിലർ കുബ്ജ എന്നും വിളിക്കാറുണ്ട്. സുന്ദരമൂർത്തികളായ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഈ അംഗരാഗം എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകാം. കംസൻ കോപിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന് കുബ്ജ പറയുകയും ചെയ്തു. അതിനുശേഷം കുറിക്കൂട്ടുകൾ നിറച്ച ആ വെള്ളിപ്പാത്രം ഭഗവാന്റെ തൃക്കൈയിലേക്ക് കുബ്ജ കൊടുക്കുന്നു. കൃഷ്ണൻ കുബ്ജയിൽ നിന്ന് അംഗരാഗം വാങ്ങി കുറച്ച് ജ്യേഷ്ഠന് കൊടുത്തതിനു ശേഷം ബാക്കി മുഴുവനും തൻ്റെ ശരീരത്തിൽ പൂശുകയും ചെയ്തു.
ഭക്തിയോടുകൂടി അംഗരാഗം നൽകി തന്നെ പൂജിച്ച ഇവളെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ട് കൃഷ്ണൻ കുബ്ജയുടെ അരികിലേക്ക് എത്തുകയും തൻ്റെ തൃപ്പാദം കുബ്ജയുടെ കാലിൽ ചവിട്ടി ഉറപ്പിക്കുകയും ഇടതു കൈ അവളുടെ ശിരസിൻ്റെ പുറകിലും വലതു കൈ താടിക്കു താഴെയും ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ ആ വളഞ്ഞ ശരീരം, അതായത് കൂനുള്ള ശരീരം മേൽപോട്ടേക്ക് വലിച്ച് നിവർത്തുകയും കൂനുള്ള ഭാഗത്ത് അടുത്ത പാദം കൊണ്ട് ഒരു തട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി കുബ്ജയുടെ കൂന് നിവരുകയും അവൾ അതീവ സുന്ദരിയായി മാറുകയും ചെയ്യുന്നു. തൻ്റെ വളഞ്ഞ ശരീരം അവസാനിപ്പിച്ചതിനാലുണ്ടായ ആ അനുഭൂതിയോടുകൂടി ആ സുന്ദരി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് ആരാണെന്ന് അടിയൻ അറിഞ്ഞുകൂടാ, എങ്കിലും ദൈവരൂപിയാണ് എന്ന് അടിയൻ കരുതുന്നു. ഭക്തിയോ പ്രേമമോ ഭയമോ എന്തു വികാരമാണ് അടിയൻ്റെ ഉള്ളിൽ തുളുമ്പുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് അടിയൻ്റെ ഗൃഹത്തിൽ വന്ന് അടിയനെ അനുഗ്രഹിക്കണം. അടിയനെ ഒരു സൈരന്ധ്രിയായി കരുതി അവിടുന്ന് അവഗണിക്കരുത്. അവിടുന്ന് ആരായാലും അടിയൻ ഒരു ഭക്തദാസിയാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. നിലത്ത് കമഴ്ന്നു കിടക്കുന്ന ആ സുന്ദരിയെ കൃഷ്ണൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് അവളോട് പറയുകയും ചെയ്യുകയാണ്, സുന്ദരി, നീ പൊയ്ക്കൊള്ളുക, ഒരു ദിവസം നിന്റെ ഗൃഹത്തിൽ ഞാൻ വരാം, ഇന്ന് സൗകര്യമില്ല എന്ന് പറയുകയും ചെയ്തു. കുബ്ജ വീണ്ടും വീണ്ടും തന്നെ അനുഗ്രഹിച്ച ആ പുണ്യകുമാരനെ തൊഴുതു വണങ്ങി തൻ്റെ വസതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം രാമനും കൃഷ്ണനും കൂട്ടുകാരും നടന്ന് യാഗശാലയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. കംസൻ ചാപയാഗം നടത്തുകയാണ്. ആ യാഗത്തിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി കൃഷ്ണനെയും രാമനെയും നന്ദഗോപരെയും മറ്റുള്ള ഗോപാലന്മാരെയും ഒക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. അതാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ആ യാഗശാലയുടെ അടുക്കലേക്കാണ് രാമനും കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും കൂടി എത്തിച്ചേരുന്നത്. അവർ ആ യാഗശാലയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. അതിമനോഹരമായ യാഗശാല അലങ്കരിച്ചിരിക്കുന്നു. പൂമാലകളാലും രത്നാഭരണ വിഭൂഷണങ്ങളാലും ഒക്കെ അങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. ധാരാളം പൊൻവിളക്കുകളൊക്കെ ഇങ്ങനെ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അലങ്കരിച്ച ആ യാഗശാലയുടെ മധ്യത്തിൽ ഒരു വലിയ ഉന്നതമായ സ്ഥാനത്ത് ധാരാളം പൂജകളൊക്കെ സമർപ്പിച്ച് ഒരു ഉന്നതമായ വേദിയിൽ ആ ചാപം അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ അവിടെയുണ്ട്. സുന്ദരന്മാരായ ഈ കുട്ടികളെ കണ്ടപ്പോൾ അവരാരാണ്, ഇവരാരാണ് എന്നിങ്ങനെ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. ചിലർ പറയുന്നു, അമ്പാടിയിൽ നിന്ന് 2 കുട്ടികൾ വന്നിട്ടുണ്ട്, ഒരു പക്ഷേ അവരായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണൻ ആരെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. ചുറ്റും കാവൽക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ കൃഷ്ണൻ നേരെ യാഗശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഹരേ കൃഷ്ണ, നിങ്ങൾ ആ കാഴ്ച ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. കൃഷ്ണൻ ആ യാഗശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ചാപമിരിക്കുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് തൻ്റെ ഇടത്തെ കൈകൊണ്ട് നിഷ്പ്രയാസം ആ വില്ലെടുത്ത് പൊക്കുകയും ആ വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ വില്ല് 2ആയിട്ട് ഒടിയുകയും ചെയ്തു. ആന കരിമ്പിൻ തണ്ട് ഒടിക്കുന്നത് പോലെ ഒടിഞ്ഞു പോയി എന്നാണ് ഭാഗവതം പറയുന്നത്. കഴിഞ്ഞ ത്രേതായുഗത്തിൽ രാമചന്ദ്രൻ ഇപ്രകാരം ശൈവചാപം ഒടിച്ചിരുന്നു. അന്ന് സ്വയംവരത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശൈവചാപം ഒടിച്ചത്.
പക്ഷേ ഇപ്പോൾ ഭഗവാൻ ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വില്ല് മുറിച്ചത്? ശത്രുവധത്തിന് വേണ്ടിയിട്ടാണ് വില്ല് മുറിച്ചത്. അതിഭയങ്കരമായ ശബ്ദമാണ് വില്ല് ഒടിച്ച സമയത്ത് കേൾക്കാനായിട്ട് സാധിച്ചത്. മധുരയിലെ സകലമാന ജനങ്ങളും ആ ശബ്ദം കേട്ട് നടുങ്ങിപ്പോയി. മരണഭീതിയോടുകൂടി മണിമാളികയുടെ മുകളിലിരുന്ന കംസൻ ഞെട്ടിവിറയ്ക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ. ചാപരക്ഷികളായ ഭടന്മാർ അക്രമിയായ ബാലനെ പിടിച്ചു കെട്ടുവാനായി അതാ പാഞ്ഞെടുക്കുന്നു. കെട്ടിയാൽ മാത്രം പോരാ, അവനെ അടിച്ചു കൊല്ലണം. എന്തൊരു ധിക്കാരമാണ് അവൻ കാണിച്ചത് എന്നാർത്തു വിളിച്ചു കൊണ്ടുവന്ന ആ ഭടന്മാരെ ഒടിഞ്ഞ വില്ലിൻ്റെ കഷ്ണം കൊണ്ട് അടിച്ചു കൊന്നതിന് ശേഷം കൃഷ്ണൻ ആ യാഗശാലയുടെ പുറത്തേക്ക് വരുന്നു. പിന്നെയും ഒന്നും അറിയാത്തവനെ പോലെ മധുരാ നഗരം കാണുന്നതിനായി അവിടെയും ഇവിടെയുമൊക്കെ കൂട്ടുകാരുടെ കൂടെ ചുറ്റി നടക്കുന്നു. ചാപഭഞ്ജനം ചെയ്തതും ചാപരക്ഷികളെ വധിച്ചതുമെല്ലാം ഭോജരാജനായ കംസൻ അറിയുന്നു. കംസൻ ഭയപ്പെടുന്നു. അങ്ങനെ സന്ധ്യയായി. ആ സമയത്ത് രാമനും കൃഷ്ണനും എല്ലാവരും നദിയിലിറങ്ങി കൈയും കാലും മുഖവുമെല്ലാം കഴുകിയതിനു ശേഷം സന്ധ്യാവന്ദനമെല്ലാം ചെയ്തതിനു ശേഷം അതിഥി മന്ദിരത്തിൽ നിന്നും അത്താഴവും കഴിച്ചതിനു ശേഷം കുറേ നേരം കൂടി രാജധാനിയുടെ പരിസരങ്ങളിലൊക്കെ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. കംസന്റെ ദുഷ്ടതകളെ ഓരോന്നോരോന്നായി ഓർത്ത് രാമകൃഷ്ണന്മാർക്കും കൃഷ്ണൻ വില്ലൊടിച്ചതും വില്ലിനെ രക്ഷിക്കാനായി നിർത്തിയ ഭടന്മാരെ കൃഷ്ണൻ വധിച്ചതും ഓർത്തിട്ട് രണ്ടു പേർക്കും, അതായത് കൃഷ്ണനും രാമനും അതുപോലെ തന്നെ കംസനും അന്ന് ഉറക്കമുണ്ടായില്ല. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹത്തായ ലീലകൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരണം. കുബ്ജയെ പറ്റിയിട്ടും ഭക്തനായ സുദാമാവിനെ പറ്റിയിട്ടും അക്രൂരനെ പറ്റിയിട്ടും ആ നെയ്ത്തുകാരനെ പറ്റിയിട്ടും അലക്കുകാരനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നിങ്ങളും ഒരു ഗോപാലനായി ഭഗവാന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഭഗവാൻ ഓരോ വസ്ത്രങ്ങൾ തന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഭഗവാൻ തന്ന ആ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് ഭഗവാന്റെ കൂടെ സന്തോഷിച്ച് നടന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നാളെ കംസവധമാണ്. കംസവധത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ആ ഭാഗമൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ എത്രയോ കാലം നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് ഓർത്തുകൊള്ളുക. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമാണ്. എല്ലാവർക്കും ആ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.